ഒരു വിവാദം ഞങ്ങളെ ഭൂമി നല്ലതാണോ? അപ്പോൾ നിങ്ങൾക്ക് ദൃക്സാക്ഷികളാവാലോ. ഈ റോഡ് കണ്ടില്ലേ? മുട്ടിൽ ഓർഫനേജിന്റെ തൊട്ടടുത്ത് ഇത്ര മെയിൻ റോഡിന്റെ വക്ക് ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കായ് ചൂരൽമല ദുരിതബാധിതർക്ക് ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ശരിയാണ്, തങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും. ഫണ്ട് കുറച്ചും കൂടി അത് ഞങ്ങൾ കണ്ടെത്തും, പാർട്ടി അത് ചെയ്യും. പക്ഷേ ആദ്യമേ തങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പം എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ഞാനതാ പറഞ്ഞു. ഇനി തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയിൽ. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷപാതം പറ്റൂലല്ലോ, അത് എല്ലാവർക്കും ഒരു നിയമമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിശ്ചയദാർഢ്യം, ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് കാരണം അതാണ്. അതല്ല, ഞങ്ങൾ പദ്ധതി ഇന്ന് ധൈര്യമായിട്ട് തുടങ്ങണതിൻ്റെ ഞങ്ങളുടെ കോൺഫിഡൻസിന് കാരണം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം പൂർണ്ണമായിട്ട് കിട്ടും. പിന്നെ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് ഇത് ഞങ്ങൾ പാർട്ടി കൊടുത്തതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അവരെല്ലാവരും കൂടി കോൺട്രാക്ടറേറ്റും ഒരു നല്ല സൂപ്പർവൈസറെ വെച്ചിട്ടുണ്ട്, ഒരു PWD എഞ്ചിനീയർ. അതെ, ഒന്നിലും കോംപ്രമൈസ്, നല്ല ആർക്കിടെക്ട്, നല്ല കോൺട്രാക്ടർ, ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ. പണം കുറച്ച് കൂടി കൂടുതൽ ഞങ്ങൾ കണ്ടെത്തണം, അത് പാർട്ടി കണ്ടെത്തും. ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള നിലയ്ക്കാണ് ഇതിന് നിശ്ചയിച്ച കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കും.